ഹലോ. ഇന്ന് നമുക്ക് 2024 റിലീസായ സുരാജ് വെഞ്ഞാറമൂട് കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന വെബ് സീരീസിന്റെ കഥ നോക്കിയാലോ. ഗൾഫിൽ പോകാനായിട്ടുള്ള കാശിനു വേണ്ടി 5 വിവാഹം കഴിക്കുന്ന നായകനായ നാഗേന്ദ്രൻ. പിന്നീട് നാഗേന്ദ്രന് എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുമ്പോൾ 1978 കാലഘട്ടമാണ് കാണിക്കുന്നത്. നായകനായ നാഗേന്ദ്രനും കൂട്ടുകാരൻ സോമനും രാത്രി ഓടി വരികയാണ്. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇതോടുകൂടി നമ്മുടെ കഥ അവസാനിക്കാൻ പോവുകയാണ്. ഇനി മുതൽ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത് കേട്ട സോമനാണെങ്കിലോ മനസ്സ് തളരരുത് എന്ന് പറയുമ്പോൾ അവനെല്ലാം അറിയാം. ഉറപ്പായും എന്നെ പോലീസ് പിടിച്ച് ജയിലിലിടും. ഓരോന്ന് ചെയ്യുമ്പോൾ മനസ്സ് എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് കേൾക്കാതെ ഞാൻ ഓരോന്ന് ചെയ്തത് തെറ്റുകൾക്ക് മേലെ തെറ്റായി മല പോലായിരിക്കുന്നു. ഞാൻ ചാകുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് പുഴയിൽ ചാടാൻ നോക്കിയ നാഗേന്ദ്രനെ സോമനാണെങ്കിൽ പിടികൂടി. ഇതിനു വേണ്ടിയിട്ടാണോ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടത്? നീ കടൽ കടന്നു പോകും, ഉറപ്പായും നല്ല നിലയിലെത്തുമെന്ന് പറഞ്ഞ് നമുക്കൊരിക്കൽ കൂടി ശ്രമിക്കാമെന്ന് പറഞ്ഞ് നാഗേന്ദ്രനെ ആശ്വസിപ്പിക്കുകയാണ് സോമൻ. പിന്നീട് നാഗേന്ദ്രന്റെ കഥയാണ് കാണിക്കുന്നത്. സാധാരണ കുടുംബത്തിൽ ജനിച്ച നാഗേന്ദ്രൻ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ചായക്കടയിലെത്തി. 3 താറാമുട്ട കൊടുത്തിട്ട് അതിൽ കിട്ടുന്ന ആഹാരവും വാങ്ങി കഴിക്കും. ആ നാട്ടിലെ തന്നെ സുന്ദരിയായ പെണ്ണാണ് മറിയ. മറിയ കവലയിലെത്തുമ്പോൾ അവിടെയുള്ള പുരുഷന്മാർക്കൊക്കെ ഒരു പ്രത്യേകതരം മാറ്റമുണ്ടാകും. അതെല്ലാം നാഗേന്ദ്രൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ നാഗേന്ദ്രന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. നാഗേന്ദ്രന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് സോമൻ. സോമൻ കടയിലെത്തി തന്റെ നാടകത്തിന്റെ കാര്യമൊക്കെ പറയുന്നത് നാഗേന്ദ്രന് ഒരുപാട് ഇഷ്ടമാണ്. നാഗേന്ദ്രനെയും കൂട്ടിക്കൊണ്ട് സോമൻ പോകുന്ന വഴിയിൽ നാഗേന്ദ്രന്റെ മുറപ്പെണ്ണായ ജാനകിയെ കാണും. നാഗേന്ദ്രൻ സൈക്കിൾ നിർത്തരുത് എന്ന് പറഞ്ഞിട്ടും സോമൻ സൈക്കിൾ നിർത്തി. അപ്പോൾ ജാനകി നാഗേന്ദ്രനോട് പറയുന്നുണ്ട്, ഈ വരുന്ന മാസം നമ്മുടെ കല്യാണം നടത്തണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം എന്ന് ജാനകി പറയുമ്പോൾ, ആരുടെ കല്യാണം? ഒരു പെണ്ണ് ജീവിതത്തിൽ വന്നാൽ അതോടെ സമാധാനം പോകും. എനിക്ക് സമാധാനം വേണം. എന്റെ അച്ഛൻ അനുഭവിച്ച കഷ്ടപ്പാട് എനിക്കല്ലേ അറിയൂ എന്നൊക്കെ പറയുമ്പോൾ ജാനകിയുടെ കണ്ണുകൾ നിറയുവാനായും തുടങ്ങി. സോമനാണെങ്കിൽ നാഗേന്ദ്രനെ ഒരുപാട് വഴക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അടുത്ത ദിവസം രാവിലെ തന്നെ നാഗേന്ദ്രന്റെ അമ്മ അവനെ ജോലിക്ക് പോകാത്തതിന് വഴക്ക് പറഞ്ഞു. കൂടാതെ ജാനകി കരഞ്ഞുകൊണ്ട് ഇവിടെ വന്നു. നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അവൾ പാവമല്ലേ, അവളെ നിനക്ക് വിവാഹം കഴിച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നാഗേന്ദ്രൻ അതിനൊന്നും തയ്യാറാകാതെ അമ്മയെ വഴക്ക് പറയും. അന്നേ ദിവസം തന്നെ ചായക്കടയിൽ ഇരിക്കുകയായിരുന്ന നാഗേന്ദ്രനടുത്ത് നാടക വേഷത്തിൽ സോമനെത്തി. എന്നിട്ട്, നമ്മുടെ ആ പൗലോസില്ലേ, അവനെ ഞാൻ കണ്ടു. അവനിപ്പോൾ കുവൈറ്റിൽ നിന്നും വന്നിട്ടുണ്ട്. നമ്മളെ വൈകിട്ട് കാണണമെന്ന് പറഞ്ഞുവെന്നും സോമൻ പറയും. അന്ന് വൈകിട്ട് പൗലോസിനെ കാണാനായി അവർ രണ്ടാളും എത്തുകയാണ്. പൗലോസ് അവർക്ക് മദ്യം നൽകി. കൂടാതെ ബ്രോക്കർ പണി ചെയ്യുന്ന സോമനോട് തനിക്ക് വിവാഹം കഴിക്കണം, അതും പെൺകുട്ടി നമ്മുടെ ചാക്കോമാപ്പിളയുടെ മകളായിരിക്കണമെന്നും പറയും. ആ പെൺകുട്ടിയാണ് നാട്ടിലുള്ളവരൊക്കെ മോഹിക്കുന്ന മറിയ. മറിയയെ വിവാഹം കഴിപ്പിച്ച് തരാമെന്ന് സോമൻ വാക്കും കൊടുത്തു. ഈ പൗലോസ് ഒരിക്കൽ രാത്രി ആ നാട്ടിലൊരു പ്രോസ്റ്റിറ്റ്യൂട്ടായ അമ്മയുടെ വീട്ടിലേക്ക് പോയി. അതിന് കാവലിരിക്കുന്നത് നാഗേന്ദ്രനായിരുന്നു. അപ്പോൾ അവിടേക്ക് ചെട്ടിയാർ കാറിൽ വരും. ഈ ചെട്ടിയാർ തന്റെ ആവശ്യത്തിനു വേണ്ടി മാത്രം താമസിപ്പിച്ചതായിരുന്നു അമ്മിണിയെ. എന്നാൽ അമ്മിണിയാണെങ്കിലോ ആ വീട്ടിലേക്ക് പൗലോസിനെ വിളിച്ചു കയറ്റി. എന്നാൽ ഡ്രൈവർ ആണെങ്കിലോ കതക് തട്ടുമ്പോൾ ചെട്ടിയാരെ പേടിച്ച് അമ്മിണി കതക് തുറക്കില്ല. വീടിന് മുന്നിൽ മറ്റാരുടെയോ ചെരുപ്പ് കിടക്കുന്നത് കണ്ട ചെട്ടിയാരുടെ ഡ്രൈവർ ആണെങ്കിലോ ആ കാര്യം ചെട്ടിയാരോട് പറഞ്ഞു. ചെട്ടിയാർ ദേഷ്യം വന്ന് അവനെ കൊല്ലുവാനായി തോക്കുമായി പോകുന്നു. മുൻവാതിലിലും പിൻവാതിലിലും ഡ്രൈവറും ചെട്ടിയാരും നിൽക്കുന്നുണ്ട്. അത് കണ്ട നാഗേന്ദ്രൻ ചെട്ടിയാരുടെ കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ച് ചെട്ടിയാരുടെ ശ്രദ്ധ മാറ്റി പൗലോസിനെ രക്ഷിച്ചു കൊണ്ടുപോയി. അതിന്റെ നന്ദിയായി പൗലോസ് ആണെങ്കിലോ നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് കുവൈറ്റിലേക്ക് പോകണമെന്ന ആഗ്രഹമുണ്ടെന്ന് നാഗേന്ദ്രൻ പറയുമ്പോൾ, നിന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു തരും, പോകാൻ റെഡിയായി ഇരിക്കാനായി പൗലോസ് പറഞ്ഞു. പൗലോസിന്റെ ആ വാക്കുകൾ നാഗേന്ദ്രനിൽ സന്തോഷമുണ്ടായി. നാഗേന്ദ്രൻ പിന്നീട് ഗൾഫിലേക്ക് പോകുന്നത് സ്വപ്നം കാണുവാനായും തുടങ്ങി. അങ്ങനെ പൗലോസിന്റെയും മറിയയുടെയും കല്യാണവും കഴിഞ്ഞു. അന്ന് രാത്രി പൗലോസ് താൻ ഇനി കുവൈറ്റിലേക്കൊന്നും പോകുന്നില്ല, സ്ത്രീധന കാശ് വെച്ച് നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നാഗേന്ദ്രൻ ഒന്ന് ഷോക്കായി പോയി. അപ്പോൾ പൗലോസ്, അറബിയോട് ഞാൻ എല്ലാ കാര്യവും പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. 3 മാസത്തിനകം ടിക്കറ്റും വിസയും വരും. പാസ്പോർട്ട് റെഡിയാക്കുവാനായി പൗലോസ് പറഞ്ഞു. കാശൊരു 15,000 രൂപ കണ്ടെത്താനായും പറഞ്ഞു. അടുത്ത ദിവസം തന്നെ അമ്മയോട് നാഗേന്ദ്രൻ കാശ് ചോദിച്ചപ്പോൾ അമ്മ അവനെ ആട്ടി ഓടിച്ചു.
വീട്ടുജോലി ചെയ്ത് നാഗേന്ദ്രന്റെ ചെലവ് കൂടി നോക്കുന്ന അമ്മയുടെ കയ്യിൽ എവിടെയാ അത്രയും കാശ്? സോമനോട് കാശിന്റെ കാര്യം പറഞ്ഞപ്പോൾ സോമൻ ഒരു ഐഡിയ പറഞ്ഞു. നീ ആ ജാനകിയെ കല്യാണം കഴിക്കേ, എന്നിട്ട് സ്ത്രീധന കാശ് വെച്ച് കുവൈറ്റിലേക്ക് പോ, പിന്നെ നാട്ടിലേക്ക് വരണ്ട, അവിടെ നിന്റെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കാനായും സോമൻ പറഞ്ഞു. അത് കേട്ട് നാഗേന്ദ്രൻ ഒന്ന് ആലോചിച്ചു. അതിനുശേഷം നാഗേന്ദ്രൻ ജാനകിയെ വിവാഹം കഴിച്ചു. കല്യാണം കഴിഞ്ഞെത്തിയ ജാനകിയെ സ്ത്രീധന കാര്യം പറഞ്ഞ് നാഗേന്ദ്രൻ ദ്രോഹിക്കുവാനായും തുടങ്ങി. എന്നാൽ അമ്മ പറയും, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണിനെ പൊന്നും പണവും ചോദിച്ചു ദ്രോഹിക്കുന്നവനല്ലടാ ആണ്, അവളെ സംരക്ഷിക്കുന്നവനാണ് ആണെന്ന് പറയുമ്പോൾ നാഗേന്ദ്രന് അതിന് മറുപടിയില്ല. നാഗേന്ദ്രൻ പറഞ്ഞതെല്ലാം കേട്ട് പൊട്ടിക്കരയുകയാണ് ജാനകി. അടുത്ത ദിവസം രാവിലെ സോമനാണെങ്കിൽ പൗലോസിന്റെ പുതിയ കടയ്ക്കുള്ള ബോർഡൊക്കെ തയ്യാറാക്കുകയായിരുന്നു. അതേസമയം തന്നെ അവിടേക്ക് വന്ന നാഗേന്ദ്രൻ സോമനെ തല്ലി. സോമൻ നാഗേന്ദ്രനെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് കാര്യം തിരക്കിയപ്പോഴോ ജാനകിയുടെ വീട്ടുകാരുടെ കൈവശം കാശൊന്നുമില്ല, താൻ ചതിക്കപ്പെട്ടു, നീയാണ് കാരണമെന്നൊക്കെ നാഗേന്ദ്രൻ പറയുമ്പോൾ, നീ സമാധാനിക്ക്, നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് പറഞ്ഞ് സോമനാണെങ്കിൽ നാഗേന്ദ്രനെയും കൂട്ടി ഷാപ്പിലേക്ക് പോകും. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയ നാഗേന്ദ്രൻ അമ്മയും ജാനകിയും സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടു. ജാനകി ചോദിക്കുന്നുണ്ട്, എല്ലാ കാര്യവും അമ്മ തുറന്നു പറഞ്ഞിട്ടില്ലേ വിവാഹം നടത്തിയത്? അത് കേട്ട അമ്മയാണെങ്കിൽ, എനിക്ക് നീ എന്റെ മരുമകളായിട്ട് വരണമെന്നാണ് ആഗ്രഹം. എന്റെ സഹോദരന്റെ കയ്യിൽ കാശില്ലെന്ന് എനിക്കറിയാം. എന്റെ മോൻ എന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. നീ അതിനെപ്പറ്റി ചിന്തിക്കണ്ട. ഒരു മന്ത്രവാദിയുണ്ട്, നമുക്ക് അവിടെ പോയി കാര്യം പറഞ്ഞ് ഒരു ഏലസ് കെട്ടിക്കാം. അതിൽ ശരിയായില്ലെങ്കിൽ വേറൊരു വഴിയുണ്ടെന്ന് അമ്മ പറയുന്നതെല്ലാം കേട്ട നാഗേന്ദ്രന് ടെൻഷനായി. സോമൻ അടുത്തേക്ക് നാഗേന്ദ്രൻ പോയി സോമനോട് കേട്ടതെല്ലാം പറഞ്ഞു. അപ്പോൾ സോമനാണെങ്കിലോ അവരുടെ നാട്ടിൽ മന്ത്രവാദം ചെയ്ത് ഭ്രാന്തരായി മാറിയവരുടെ കഥയൊക്കെ പറഞ്ഞത് കേട്ട് നാഗേന്ദ്രന് പേടിയാകുവാനായും തുടങ്ങി. സോമൻ പറയും, നീ പേടിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. നിന്നെ ചതിച്ചവരെ നീയും ചതിക്കണം. നീ കുവൈറ്റിൽ പോകും, അതിനൊരു വഴിയുണ്ടെന്ന് സോമനാണെങ്കിൽ നാഗേന്ദ്രനെ സമാധാനിപ്പിച്ചു. അന്ന് രാത്രി ആരും അറിയാതെ നാഗേന്ദ്രൻ സാധനങ്ങളും എടുത്ത് സോമനൊപ്പം പോയി. അതിനുശേഷം പത്തനംതിട്ടയിലുള്ള ലില്ലിക്കുട്ടിയുടെ വീടാണ് കാണിക്കുന്നത്. ലില്ലിക്കുട്ടിയുടെ അച്ഛനായ തോമസ് സുഖമില്ലാതെ കിടക്കുകയാണ്. 38 വയസ്സായിട്ടും ലില്ലിക്കുട്ടിയുടെ കല്യാണം നടക്കാത്തതിൽ മകനായ വർക്കിയോട് പരാതി പറയുകയാണ് തോമസ്. എന്നാൽ വർക്കിയാണെങ്കിലോ ലില്ലിക്കുട്ടിയുടെ കാര്യം അപ്പനെ അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ഒന്നും അറിയണ്ട, അവളുടെ കല്യാണം നടത്തിയില്ലെങ്കിൽ സ്വത്ത് ഞാൻ നിനക്ക് തരില്ല, അത് വല്ല അനാഥാലയത്തിലും എഴുതി വെക്കുമെന്ന് പറഞ്ഞപ്പോൾ വർക്കി ഒന്ന് പേടിച്ചു. വർക്കിയാണെങ്കിലോ ലില്ലിക്കുട്ടിയുടെ വിവാഹം നടത്താമെന്ന് ഉറപ്പു നൽകി. അതേസമയം ലില്ലി ആഹാരം കഴിക്കാതെ പ്രശ്നമുണ്ടാക്കുന്നെന്ന് ജോലിക്കാരി പറയുമ്പോഴോ വർക്കിയാണെങ്കിൽ ലില്ലിക്കുട്ടിയുടെ റൂമിലേക്ക് പോകും. നീ ആഹാരം കഴിക്കേ, ബ്രോക്കർ ചാണ്ടി നാളെ വേറൊരു പയ്യനെ കൊണ്ടുവരും, നിനക്കിഷ്ടമായാൽ അടുത്ത ദിവസം കല്യാണമെന്ന് പറയുമ്പോൾ ലില്ലിക്കുട്ടിക്ക് സന്തോഷമായി. പയ്യന്റെ പേര് ജോസഫ്. ഈ കല്യാണം ചേട്ടൻ നടത്തുമെന്ന് പറയുമ്പോൾ ലില്ലി ഒരുങ്ങി പുറത്തേക്ക് വരും. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഈ വീട് ഞാൻ കത്തിക്കുമെന്ന് ലില്ലി പറഞ്ഞ് കൊടുത്ത ആഹാരം ഇഷ്ടമാകാതെ അവൾ അത് എടുത്തെറിഞ്ഞിട്ട് കയറിപ്പോയി. ഈ ലില്ലിക്ക് ചെറിയ മാനസിക പ്രശ്നമുണ്ട്. വിവാഹം കഴിക്കാത്തതാണ് കൂടുതലും അവളുടെ പ്രശ്നം. അതേ നാട്ടിലേക്ക് എത്തുകയാണ് സോമനും നാഗേന്ദ്രനും. അതും ലില്ലിയെ പെണ്ണ് കാണാനായിട്ടാണ് വരുന്നതും. അവർക്ക് ഈ കഥകളൊന്നും അറിയില്ല. ബ്രോക്കർ ചാണ്ടി എന്ന കള്ളപ്പേരിൽ സോമനും ജോസഫ് എന്ന പേരിൽ നാഗേന്ദ്രനും. വർക്കിക്കാണെങ്കിലോ ആദ്യ കാഴ്ചയിൽ തന്നെ നാഗേന്ദ്രനെ ഒരുപാട് ഇഷ്ടമായി. സോമൻ പറയും, വെള്ളപ്പൊക്കത്തിൽ ജോസഫിന്റെ അച്ഛനും അമ്മയും മരിച്ചു, ഇവൻ ആരുമില്ല, മരക്കടയിൽ ജോലി ചെയ്യുകയാണ് എന്നുള്ള കാര്യമെല്ലാം പറയും. വർക്കിക്ക് അവനെ കണ്ടതും സന്തോഷമായി. ലില്ലിയെ കാണാൻ നാഗേന്ദ്രൻ എത്തുമ്പോൾ, എന്നെ ഇഷ്ടമായോ എന്ന് ചോദിച്ച് ചെറിയ പിള്ളാരയ്ക്ക് ചാടും പോലെ മുന്നിലേക്ക് ചാടി വീഴുകയാണ് ലില്ലി. നാഗേന്ദ്രന് ആദ്യ കാഴ്ചയിൽ തന്നെ എന്തോ വശപ്പിശക് തോന്നി. എന്നെ ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് കൊണ്ടുപോകണം, പാട്ട് പാടി കേൾപ്പിക്കണം, താജ്മഹലിൽ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഡിമാൻഡ് ലില്ലി പറയും. നമുക്ക് നിറയെ കുട്ടികൾ വേണം, സമ്മതമാണോ? വാക്ക് മാറിയാൽ എലിയെ അടിച്ചു കൊല്ലും പോലെ നിന്നെ ഞാൻ അടിച്ചു കൊല്ലുമെന്ന് ലില്ലി പറയും. പേടിച്ച നാഗേന്ദ്രൻ എല്ലാത്തിനും സമ്മതിച്ചു. ലില്ലി നാഗേന്ദ്രന് ഉമ്മയും കൊടുത്ത് ഓടിപ്പോയി. എന്നാൽ പേടിച്ച നാഗേന്ദ്രനാണെങ്കിലോ പെണ്ണിനെന്തോ പ്രശ്നമുണ്ടെന്ന് സോമനോട് പറയുമ്പോൾ സോമൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല. വർക്കിക്കാണെങ്കിൽ എങ്ങനെയും ലില്ലിക്കുട്ടിയെ കെട്ടിച്ചു വിട്ടാൽ മതിയെന്നാണ്. അങ്ങനെ പള്ളിയിൽ വെച്ച് അവരുടെ രണ്ടാളുടെയും കെട്ടുകഴിഞ്ഞു. എല്ലാവർക്കും അപ്പോഴാണ് സമാധാനമായതും. ആദ്യ രാത്രി ലില്ലി റൂമിലേക്ക് വന്നു. നാഗേന്ദ്രൻ പേടിച്ചിരിക്കുകയാണ്. അവനെ കൊണ്ട് നിർബന്ധിച്ചവൾ മദ്യം കുടിപ്പിച്ചു. എന്നിട്ട് നാഗേന്ദ്രനെ ചെറുതായിട്ടൊന്ന് പീഡിപ്പിച്ചു.
അടുത്ത ദിവസം രാവിലെ ശരീരം വേദനയായി വർക്കിക്കൊപ്പം നാഗേന്ദ്രൻ നടക്കാനായി പോയി. അവരുടെ സ്വന്തം റബ്ബർ എസ്റ്റേറ്റിലൂടെ നടക്കുകയാണ്. വർക്കി പരിചയപ്പെടുത്തുന്നുമുണ്ട്. വർക്കി തന്റെ അമേരിക്കയിലെ അളിയൻ തനിക്കൊരു ജോലി ശരിയാക്കി, എനിക്ക് അവിടേക്ക് പോണം. അപ്പോൾ വീടും ഈ റബ്ബർ എസ്റ്റേറ്റും അപ്പനെയും ലില്ലിയെയും നീ നോക്കണം. ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് നിനക്കെടുക്കാം. പിന്നെ സ്ത്രീധനമായി 3000 രൂപ തരാമെന്നും വർക്കി പറഞ്ഞു. അന്ന് നാഗേന്ദ്രനെ കാണാനെത്തിയ സോമനോട് നാഗേന്ദ്രൻ കാര്യം പറഞ്ഞു. മാത്രമല്ല ലില്ലി തന്നോട് ചെയ്തതെല്ലാം തുറന്നു പറഞ്ഞു. അപ്പോൾ സോമനും എന്തോ വശപ്പിച്ചത് തോന്നി. സോമനാണെങ്കിൽ കിട്ടാനുള്ള 3000 രൂപ നീ ബാങ്കിൽ നിന്നും കയ്യിലേക്ക് വാങ്ങ്, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കള്ളം പറഞ്ഞ് ഇവിടെ നിന്ന് പോകാമെന്ന് പറയും. അങ്ങനെ പറഞ്ഞതുപോലെ കാശുമായി നാഗേന്ദ്രൻ തന്റെ മാമൻ മരിച്ചുപോയി, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ, മാത്രമല്ല മരക്കടയിൽ കുറച്ച് ജോലിയുണ്ടെന്ന് കള്ളം പറഞ്ഞ് പോകാനായി ഒരുങ്ങുകയാണ്. ലില്ലി തടയാൻ നോക്കിയെങ്കിലും നിൽക്കില്ല. മാത്രമല്ല ലില്ലി കൂടെ വരാമെന്ന് പറഞ്ഞിട്ടും നാഗേന്ദ്രൻ അവളെ ഒഴിവാക്കി. എന്നാൽ അവൻ സാധനങ്ങളുമായി എല്ലാവരോടും യാത്ര പറഞ്ഞു പോകുകയാണ്. കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുകയാണ് ലില്ലിക്കുട്ടി. പിന്നീട് എന്തായിന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുവരെ എല്ലാവർക്കും ബൈ.